ലോൺ എടുത്തിട്ട് നേരത്തെ തിരിച്ചടച്ചാൽ ബാങ്കുകൾ പിഴ ഈടാക്കാറുണ്ടെന്ന് എത്ര പേർക്കാണ് അറിയാവുന്നത്? അതായത് ലോണുകൾ കാലാവധിക്ക് മുൻപ് തിരിച്ചടച്ച് കടം അവസാനിപ്പിക്കുന്നതാണ് ബാങ്കുകൾക്ക് ഇഷ്ടം എന്ന തോന്നലാണ് സാധാരണ എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അങ്ങനെ നേരത്തെ തിരിച്ചടയ്ക്കുന്നത് ബാങ്കുകൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നതാണ് യഥാർത്ഥ സത്യം. നമ്മൾ എടുക്കുന്ന ലോൺ അല്ലെങ്കിൽ വായ്പകൾ തിരിച്ചടവ് നിബന്ധന പ്രകാരം തവണകളായോ പലിശയായോ അല്ലെങ്കിൽ കാലാവധിയാകുമ്പോൾ മുതലും പലിശയും കൂടിയോ തിരിച്ചടച്ചാൽ മതിയെന്നാണ് സാധാരണയായിട്ട് ബാങ്കുകൾ പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ ഇവ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാങ്കുകൾ ഏതെങ്കിലും ഒരാൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനോ അല്ലെങ്കിൽ ബാങ്കുകളിലുള്ള പലതരം നിക്ഷേപത്തിനോ പലിശ നൽകുന്നത് ആരെങ്കിലും നിക്ഷേപിച്ച പണത്തെ എടുത്ത് നമുക്ക് ലോണായി നൽകി അതിൽ നിന്നും ലഭിക്കുന്ന പലിശ ഉപയോഗിച്ചിട്ടാണ് ബാങ്കുകളുടെ പ്രവർത്തനം സുഗമമായിട്ട് നടന്നു പോകുന്നത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത ലോൺ നേരത്തെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അവർ വിചാരിച്ച അത്രയും പലിശ ലഭിച്ചെന്ന് വരില്ല. അതുപോലെ ആരെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പലിശയും മുതലും കാലാവധിയാകുന്നതിനനുസരിച്ച് ഇടപാടുകാർക്ക് തിരിച്ചു നൽകാൻ വേണ്ട തുകയും ബാങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വായ്പകളിൽ നിന്നും, അതായത് ലോണുകളിൽ നിന്ന് എത്ര തുക തവണകളായി തിരിച്ചു വരും, എത്ര തുക മുതലായി തിരിച്ചു വരും, എത്ര തുകയാണ് പലിശ ഇനത്തിൽ വരിക എന്നതെല്ലാം ബാങ്കുകൾ നേരത്തെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. മുടക്കം വരുത്തിയാൽ ഈ കണക്ക് കൂട്ടലുകളൊക്കെ തകരാറിലാവാനുള്ള സാധ്യതയുമുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് ലോണുകൾ കരാറനുസരിച്ചിട്ടുള്ള സമയത്ത് തിരിച്ചടച്ചാൽ മതി എന്ന് ബാങ്കുകൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ലോണുകൾ നേരത്തെ തിരിച്ചടയ്ക്കുന്നത് നമ്മുടെ ഒരു അവകാശമല്ലേ എന്ന്. ചില ഇടപാടുകാർ, അതായത് ലോൺ എടുത്ത ആൾക്കാർ ലോണുകൾ കാലാവധിക്ക് മുൻപ് തിരിച്ചടയ്ക്കാറുണ്ട്. അതിനവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. അതായത് കടം തീർത്ത് സമാധാനമായിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത തുക കൂടുതൽ നൽകാൻ മറ്റൊരു ബാങ്ക് തയ്യാറാകുന്നത് കൊണ്ടൊക്കെ നമ്മൾ എടുത്ത ലോൺ പെട്ടെന്ന് തിരിച്ചടയ്ക്കാറുണ്ട്. ഇപ്പോൾ നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിന് മറ്റൊരു ബാങ്ക് നമുക്ക് ലോൺ നൽകാൻ മുന്നോട്ട് വരികയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? വായ്പകൾ നേരത്തെ തിരിച്ചടയ്ക്കാൻ തയ്യാറാവാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ലോണുകൾ പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ ചെല്ലുമ്പോൾ ബാങ്കുകൾക്ക് നമ്മളോട് കൃത്യമായ രീതിയിൽ മാത്രമേ തിരിച്ചടയ്ക്കാൻ പറ്റൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതായത് മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേരത്തെയുള്ള തിരിച്ചടവുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പ്രീ ക്ലോസർ ചാർജസ് എന്ന പേരിൽ ബാങ്കുകൾ അധിക പലിശ അല്ലെങ്കിൽ പിഴ പലിശ നമ്മളിൽ നിന്ന് ഈടാക്കാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബാങ്കുകൾ വ്യത്യസ്ത രീതിയിലായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ബാങ്കുകൾക്കും ഒരുപോലെ ബാധകമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴുള്ള നിർദ്ദേശപ്രകാരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, അതായത് ഫ്ലോട്ടിംഗ് നിരക്കിൽ എടുത്ത ലോണുകളാണെങ്കിൽ നേരത്തെ തിരിച്ചടച്ചാൽ പിഴപ്പലിശ കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ലോൺ അവസാനിപ്പിക്കുന്നതിനുള്ള തുക സ്വന്തം കയ്യിൽ നിന്നാണെന്നോ മറ്റൊരു ബാങ്കിലേക്ക് ലോൺ മാറ്റുന്നതിനാണ്, അതായത് ടേക്ക് ഓവർ എന്നൊന്നും വേർതിരിവും ഇതിനൊന്നും ഇല്ല. അതുപോലെ വ്യക്തികളുടെ പേരിലുള്ള ലോണുകൾ, ബിസിനസ് ആവശ്യത്തിന് എടുത്ത ലോണുകൾ ആണെങ്കിൽ പിഴപലിശ ബാധകമായിട്ട് വരും എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. മാത്രമല്ല, വ്യക്തികളുടെ പേരിൽ എടുത്തിട്ടുള്ള ഫിക്സഡ് നിരക്ക് ലോണുകൾ പ്രീ ക്ലോസ് ചെയ്താലും പ്രീ ക്ലോസ് ചാർജുകൾ എടുക്കാൻ ഇപ്പോൾ നിർദ്ദേശമുണ്ട്. അതുപോലെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ലോണുകൾക്ക് പൊതുവെ പ്രീ ക്ലോസർ ചാർജുകൾ ബാധകമായിട്ടാണ് വരുന്നത്. എന്നാൽ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ടുള്ള സംരംഭം അല്ലെങ്കിൽ സൂക്ഷ്മ ചെറുകിട വിഭാഗത്തിലുള്ള നിരക്കിൽ എടുത്തിട്ടുള്ള ലോണുകൾക്ക് പ്രീ ക്ലോസർ ചാർജുകൾ ബാധകമായിട്ട് വരില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്കിന്റെ നയങ്ങളും ഓരോ ബാങ്കുകളും അംഗീകരിച്ചിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സർക്കുലറിൽ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് വിശദമായ സർക്കുലർ അതിനുവേണ്ടി ഇപ്പോൾ ഇറക്കിയിട്ടുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഇക്കാര്യം പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ സർക്കുലർ അനുസരിച്ച് ഒരു വായ്പയ്ക്ക് ഫ്ലോട്ടിംഗ് നിരക്കും ഫിക്സഡ് നിരക്കും ബാധകമാണെങ്കിൽ ലോൺ പ്രീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാധകമായിരിക്കുന്ന നിരക്കിന്റെ സ്വഭാവമായിരിക്കും. അതായത് പ്രീ ക്ലോസ് ചാർജുകൾ ബാധകമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാൻ കണക്കിലെടുക്കുക. ഇടപാടുകാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് സമയത്തും വായ്പ പ്രീ ക്ലോസ് ചെയ്യുവാൻ കഴിയുമെന്ന് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കുറഞ്ഞത് ഇത്ര കാലം കഴിഞ്ഞ് മാത്രമേ ലോൺ പ്രീ ക്ലോസ് ചെയ്യാൻ കഴിയൂ എന്ന രീതിയിലുള്ള നിബന്ധനകളൊന്നും ഇപ്പോൾ വായ്പാ കരാറുകളിൽ പാടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ലോണുകൾ പ്രീ ക്ലോസ് ചെയ്യുന്നത്, അതായത് ക്ലോസ് ചെയ്യുന്നത് ബാങ്കിന്റെ ആവശ്യവും നിർദ്ദേശവും അനുസരിച്ചാണെങ്കിൽ ചാർജുകൾ എടുക്കാനും പാടില്ല എന്നും പറയുന്നുണ്ട്. പ്രീ ക്ലോസർ ചാർജുകൾ സംബന്ധിച്ച വിവരങ്ങൾ വായ്പ നൽകുന്ന സമയം ഇടപാടുകാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രസ്താവനാ പത്രത്തിൽ, അതായത് കീ ഫാക്ടർ സ്റ്റേറ്റ്മെന്റ് KFS കാണിക്കണമെന്നും കൃത്യമായിട്ടും റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ
ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. കഴിയുന്നതും നേരത്തെ ലോണുകൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. നേരത്തെ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ബാങ്കുകൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത ലോണിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം പ്രീ ക്ലോസർ ചാർജുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യുക. കഴിയുന്നതും കടം വേഗം തീർക്കുക എന്നത് നമ്മുടെ അവകാശമാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ നേരത്തെ ലോണുകൾ തിരിച്ചടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴ പലിശ അല്ലെങ്കിൽ അധിക ചാർജുകൾ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നതാണ് സത്യം.